നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസൻറ്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. രാഷ്ട്രം പുതിയ രാഷ്ട്രപതിയെ കാത്തിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി NDA വെങ്കയ്യ നായിഡുവിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ചെറുമകനും മുൻ ബംഗാൾ ഗവർണറും ആയ ഗോപാൽകൃഷ്ണ ഗാന്ധിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 5-നാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, വെങ്കയ്യ NDA സ്ഥാനാർത്ഥി. ഇന്ന് പത്രിക നൽകും. വോട്ടെടുപ്പ് ഓഗസ്റ്റ് 5-ന് എന്ന് കേരളകൗമുദി. മലയാള മനോരമയുടെ മുഖ്യ വാർത്താ തലക്കെട്ട്: വെങ്കയ്യ നായിഡു NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി, നറുക്ക് വെങ്കയ്യയ്ക്ക്. മാതൃഭൂമി: സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെ കേരളം അളക്കുന്നു എന്നതാണ് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത. കേരളത്തിൻ്റെ വിസ്തൃതി അളക്കാനുള്ള നടപടികൾ ആണ് വാർത്താ വിഷയം. ദേശാഭിമാനി: റേഷൻ മുൻഗണനാ പട്ടിക മാനദണ്ഡങ്ങൾ മാറ്റും എന്നതാണ് ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത. മാധ്യമം: രാഷ്ട്രപതി ജയം ഉറപ്പിച്ച് രാംനാഥ് കോവിന്ദ്. നഴ്സ് സമരം ശക്തം, സർക്കാർ നീക്കം പാളി എന്നതാണ് മുഖ്യ വാർത്ത ഇന്നത്തെ. ദീപിക: ഉപരാഷ്ട്രപതി NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡു. മംഗളം: അരി, പഞ്ചസാര, മണ്ണെണ്ണ ഒന്നുമില്ല, കലവറ കാലി. ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത: ഹയസ്റ്റ് വോട്ടർ ടേൺ ഔട്ട് എവർ ഫോർ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്നാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ: വെങ്കയ്യ നായിഡു NDA സ്പീക്ക് ഫോർ വൈസ് പ്രസിഡന്റ് പോസ്റ്റ്. The New Indian Express: BJP hopes to break logjam in രാജ്യസഭ വിത്ത് വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു. ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങൾ നോക്കാം. അതായത് ലോക്സഭയിൽ ഉള്ള അംഗബലക്കുറവിനെ അതിജീവിക്കാൻ വെങ്കയ്യ നായിഡു എന്ന കൗശലക്കാരന് സാധിക്കും എന്ന കണക്കുകൂട്ടലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നാണ് പറയുന്നത്. കേരളകൗമുദിയുടെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. വെങ്കയ്യ NDA സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ വെങ്കയ്യ നായിഡുവിനെ NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 13ാം ഉപരാഷ്ട്രപതിയെ കണ്ടെത്താൻ ഓഗസ്റ്റ് 5-ന് വോട്ടെടുപ്പ് നടക്കും. പ്രതിപക്ഷം മുൻ പശ്ചിമബംഗാൾ ഗവർണറും ഗാന്ധിജിയുടെ ചെറുമകനുമായ ഗോപാൽകൃഷ്ണ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ കാലാവധി ഓഗസ്റ്റ് 10-ന് അവസാനിക്കും എന്നിങ്ങനെ പോകുന്ന ആ വാർത്ത. മറ്റൊന്ന്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ. ഇന്നലെ ആയിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 20-ന്. ജയം ഉറപ്പിച്ച് രാംനാഥ് കോവിന്ദ് എന്നാണ് ഇന്നത്തെ ഞെട്ടിക്കുന്ന വാർത്ത. നേരത്തെ പരാമർശിച്ച ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. നടിയെ പീഡിപ്പിച്ച രംഗങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ കണ്ടു. പൾസർ സുനിയും സംഘവും യുവനടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ കൊച്ചിയിലെ ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കണ്ടു. 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഫോറൻസിക് പഠനത്തിൻ്റെ ഭാഗമായി അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിൻ്റെ മൃഗീയമായ 2 ദൃശ്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ഉള്ളത് എന്നാണ് ഇത് കണ്ട വിദ്യാർത്ഥികൾ പുറത്തു നൽകിയ വിവരം. ജൂൺ അവസാന ആഴ്ചയിലാണ് ഈ ദൃശ്യങ്ങൾ കോളേജിൽ കാണിച്ചത്. ഇത് കണ്ട ചില വിദ്യാർത്ഥികൾ വീട്ടിൽ വിവരം അറിയിച്ചു. ഇതിൽ ഒരു രക്ഷാകർത്താവ് ഡോക്ടറായിരുന്നു. അദ്ദേഹം പ്രമുഖനായ മറ്റൊരു ഡോക്ടർക്ക് വിവരം കൈമാറി. എന്നാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ ജോലിയുടെ ഭാഗമായി നേരത്തെ അറിഞ്ഞിരുന്ന പ്രമുഖ ഡോക്ടർ മറുപടി നൽകിയത് എന്നിങ്ങനെ പോകുന്ന വാർത്ത. അതായത് ഈ ദൃശ്യങ്ങൾ കണ്ട വിദ്യാർത്ഥികൾ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ വിവാദ ദൃശ്യങ്ങൾ എന്ന് പറയുന്നു. മാത്രമല്ല, അവർ ഈ സീൻ ബൈ സീനായി തന്നെ ഇത് വിവരിച്ചപ്പോൾ ഇത് വാസ്തവമാണ് എന്ന് വെളിപ്പെട്ടു വന്നു എന്നെല്ലാം വാർത്തയിൽ തുടർന്ന് പറയുന്നു. അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തായി എന്ന അങ്കലാപ്പിലാണ് പോലീസ്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കും മുമ്പ് തന്നെ പൾസർ സുനിയും സംഘവും പുറത്തുവിട്ടു എന്നതിൻ്റെ തെളിവായും കോളേജിലെ പ്രദർശനത്തെ കണക്കാക്കാം. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതിൻ്റെ വിവിധ വശങ്ങൾ പഠിപ്പിക്കുന്നതിനിടെയാണ് അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. നിയമവശങ്ങളും ഫോറൻസിക് പരമായ കാര്യങ്ങളും വിശദീകരിച്ചത്. കണ്ടിരുന്ന പെൺകുട്ടികൾ സ്തബ്ധരായിപ്പോയി, ആൺകുട്ടികൾ നിശബ്ദരായി. ഈ ദൃശ്യങ്ങൾ കണ്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു പറയാൻ തന്നെ കുട്ടികൾക്ക് പേടിയായിരുന്നു. പിന്നീടാണ് പലരും രക്ഷാകർത്താക്കളുമായി ആശയവിനിമയത്തിന് തയ്യാറായത് എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. ദിലീപിനെതിരെ മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാകും എന്ന റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് KS സന്ദീപിൻ്റെയും ഒപ്പമുണ്ട്. മറ്റൊരു വാർത്ത, ജാമ്യാപേക്ഷ. ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. സർക്കാരിൻ്റെ ഭാഗം കേൾക്കാനായി കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും എന്നാണ് ആ വാർത്ത. അതിനോട് ജയിലിൽ നിന്നുള്ള ദിലീപിൻ്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട്.
ഇനിയും 3 ദിവസം കൂടിയോ എന്നാണ് ദിലീപ് പ്രതികരിച്ചത് എന്നാണ് ജയിലിൽ നിന്നുള്ള വാർത്ത. ഇനി പ്രധാന വാർത്താ പേജിൽ ഉള്ള വിശദാംശങ്ങൾ നോക്കാം. സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകർക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചതായി കഴിഞ്ഞ ദിവസം കേരളമന്ത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോറിയാണ് കാലികം പേജിൽ നിന്ന് പ്രധാനമായി നൽകിയിട്ടുള്ളത്. 2 ലക്ഷം നിക്ഷേപകർക്ക് നോട്ടീസ്. ലക്ഷ്യം സഹകരണ സംഘങ്ങളിലെ കള്ളപ്പണം കണ്ടെത്തൽ എന്നാണ് പറയുന്നത്. സഹകരണ സംഘങ്ങളിൽ 10,000 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ച പ്രാഥമിക വിവരം. 2012 മുൻപ് സർവീസിൽ നിന്ന് വിരമിച്ച ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിനുശേഷം നികുതി റിട്ടേൺ ഫയൽ ചെയ്തില്ല. വിരമിക്കുമ്പോൾ ലഭിക്കുന്ന തുക സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കും. പ്രതിമാസ പെൻഷൻ 40,000-ന് മുകളിലായിരിക്കും. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 20 ലക്ഷത്തിന് മുകളിലുള്ള തുകയുടെ പലിശ കൂടിയാകുമ്പോൾ നികുതി വലയ്ക്ക് ഉള്ളിൽ വരും. പക്ഷേ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തെക്കുറിച്ച് സൂചിപ്പിക്കില്ല. എന്നാൽ ഇനി ആ സ്ഥിതി സാധിക്കില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കള്ളപ്പണം പുറത്തു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം എന്നാണ് റിപ്പോർട്ട്. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. നറുക്ക് വെങ്കയ്യയ്ക്ക് എന്ന മുഖ്യവാർത്തയോടൊപ്പം തന്നെ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റൊന്ന്, കശ്മീരിലെ അതിർത്തി രേഖയിൽ പാകിസ്ഥാൻ്റെ വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായി. ഒരു ജവാനും പെൺകുട്ടിയും മരിച്ചു. മറ്റൊരു ജവാനും നാട്ടുകാരും 2 പേർക്കും പരുക്ക് എന്നതാണ്. അതിന് മറുപടി എന്നോണം ഇന്ത്യൻ ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചതും ഒപ്പം നൽകിയിട്ടുണ്ട്. ശശികല വിവാദം ആരോപണം ഉന്നയിച്ച DIGയെ മാറ്റി എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത. ശശികലയ്ക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി നൽകി ശശികല എന്നതാണ് ആരോപണ വിധേയനായിട്ടുള്ളത് ജയിൽ DGP HN സത്യനാരായണ റാവുവാണ്. റാവുവിനെ നീക്കിയതിനൊപ്പം തന്നെ ഈ വിവരം വെളിച്ചത്ത് കൊണ്ടുവന്ന ധീരയായ കർണാടക ജയിൽ DIG D രൂപയെയും സ്ഥലം മാറ്റിയെന്നതാണ് വാർത്ത. ദിലീപിൻ്റെ മൾട്ടിപ്ലക്സ് തിയേറ്ററായ D സിനിമാസ് ചാലക്കുടിയിൽ സർക്കാർ വക ഭൂമി കയ്യേറിയാണ് നിർമ്മിച്ചത് എന്ന ആരോപണം സജീവമാണ്. അത് സംബന്ധിച്ചാണ് വർത്തമാനം പേജിലെ മനോരമയുടെ ഒരു പ്രധാന വാർത്ത. D സിനിമാസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്ത് UDF, അനുമതിക്ക് ശുപാർശ ചെയ്തത് LDF ഭരിക്കുമ്പോഴെന്ന് UDF പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ D സിനിമാസ് വീണ്ടും സർവേ ചെയ്യും. അതായത് കയ്യേറ്റം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ, എത്ര കണ്ട് കയ്യേറിയിട്ടുണ്ട് എന്നെല്ലാം കണ്ടെത്തുന്നതിനായിട്ട് വീണ്ടും സർവേ നടക്കും എന്നതാണ് ആ വാർത്ത. നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് LDF നേതൃയോഗം ആവശ്യപ്പെട്ടതാണ് മറ്റൊരു പ്രധാന വാർത്ത. LDF കൺവീനർ വൈക്കം വിശ്വനാണ് ഈ വിവരം പത്രലേഖകരെ അറിയിച്ചത്. നടന്മാരെല്ലാം ആഭാസന്മാർ അല്ലെന്നും വൈക്കം വിശ്വൻ. അതായത് നടൻ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്നതാണ് LDFിൻ്റെ നിലപാട് എന്നും വൈക്കം വിശ്വൻ വ്യക്തമാക്കി. ഇനി നമുക്ക് ഇന്നത്തെ മാതൃഭൂമി നോക്കാം. സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെ കേരളം അളക്കുന്നു. കേരളത്തിൻ്റെ വിസ്തൃതി അറിയാനുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ തേടുന്നു. ഡിജിറ്റലൈസ് ചെയ്യാനും നടപടി എന്നിങ്ങനെയാണ് വാർത്ത. പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേരളം അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാർ സ്വകാര്യ ഏജൻസികളുടെ സഹായം തേടുന്നു. 50 വർഷം മുമ്പ് തുടങ്ങിയ റീസർവേ നടപടികൾ പകുതി പോലും ആകാത്ത സാഹചര്യത്തിലാണ് പദ്ധതിക്ക് റവന്യൂ സർവേ വകുപ്പ് രൂപം നൽകിയത്. പദ്ധതിക്ക് ആസൂത്രണ ബോർഡ് അംഗീകാരം നൽകി. എത്ര തുക വേണമെങ്കിലും ഇതിനായി നീക്കി വെക്കാമെന്നും ബോർഡ് വ്യക്തമാക്കി. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഒരു സർവേക്കുള്ള നടപടികളുണ്ടായിരുന്നു. എന്നാൽ അതും LDF ഭരണകാലത്ത് തന്നെയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതേക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മുൻ LDF സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള സർവേക്കായി ഭൂമി കേരളം പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും ജീവനക്കാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല. സർവേ വകുപ്പിലെ പ്രബലമായ CPI സംഘടനയാണ് എതിർപ്പ് ഉയർത്തിയത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വാർത്ത, സ്വാമി സ്മരണാനന്ദ രാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടതാണ്. ഇനി പ്രധാന വാർത്താ പേജിൽ മാതൃഭൂമി എന്ന് പറയുന്നു എന്ന് നോക്കാം. ഗോപികൃഷ്ണൻ്റെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂൺ പ്രധാനമന്ത്രി മോദിയുടെ അവരനെ, പയ്യന്നൂർ സ്വദേശിയായ അവരനെ സംബന്ധിച്ച ഒരു വിവാദം സോഷ്യൽ മീഡിയയിലും മറ്റും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയാണ് കാർട്ടൂൺ. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഇന്നു മുതൽ, ആശങ്കയോടെ കർഷകർ എന്നതാണ് പേജിലെ മുഖ്യ വാർത്ത. 10 ആസിയാൻ രാജ്യങ്ങളും ഇന്ത്യയുൾപ്പെടെ 6 രാജ്യങ്ങളും ചേർന്നുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് വഴിയൊരുക്കുന്ന 19ാം വട്ട ചർച്ചകൾ ചൊവ്വാഴ്ച ഹൈദരാബാദിൽ തുടങ്ങും. 28 വരെ നടക്കുന്ന യോഗത്തിൽ 24-നാണ് മന്ത്രി തല ചർച്ചകൾ.
അടുത്ത വർഷത്തോടെ കരാർ ഒപ്പിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശദാംശങ്ങൾ. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനെ നിയമിച്ചിട്ട് മാസം 2 സ്ഥാനാരോഹണം ഇതുവരെ നടന്നിട്ടില്ല. ഈ കാലതാമസവുമായി ബന്ധപ്പെടുത്തിയാണ് കേരള ഇന്നത്തെ മുഖപ്രസംഗം. ചെയർമാനെ പുറത്തു നിർത്തുന്ന ആശയക്കുഴപ്പം. നടപടിക്രമങ്ങളുടെ ആശയക്കുഴപ്പം സർക്കാർ ഓഫീസുകളിൽ കാലതാമസത്തിൻ്റെ പ്രധാന കാരണമാണ്. അപേക്ഷയിൽ ഉടനടി തീരുമാനം എടുക്കാവുന്ന കാര്യമാണെങ്കിൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഒരു സംശയം ഉദിച്ചാൽ കടലാസ് അവിടെ കിടക്കും. ഫയലുകൾ കൂമ്പാരമാകുന്നതും അദാലത്തുകൾ വേണ്ടിവരുന്നതും ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. പുതിയ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ സ്ഥാനാരോഹണം വെറുതെ നീണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം ഉയർന്നു വരുന്നത് സർക്കാർ യന്ത്രം എന്ന അനങ്ങാപ്പാറയുടെ വിചിത്ര രീതികളാണ്. കഴിഞ്ഞ മെയ് 12 സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലായിരുന്ന പ്രേമൻ ദിനരാജിനെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. സാധാരണഗതിയിൽ വൈകാതെ അദ്ദേഹം പുതിയ പദവി ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ചെയർമാന് സ്ഥാനമേൽക്കാൻ കഴിയുന്നില്ല എന്നാണ് സ്ഥിതിവിശേഷം. അതിന് വളരെ വിചിത്രമായൊരു വാദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വൈദ്യുതി വകുപ്പ്. എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയുള്ള ഒരു പദവിയാണ് റെഗുലേറ്ററി കമ്മീഷൻ അധ്യക്ഷന് ഉള്ളത്. അതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ചെയ്യിക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ വേണം എന്നതാണ് ഒരു വാദഗതി. എന്നാൽ ഇതിനു മുമ്പെല്ലാം സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത് എന്നത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും മുഖപ്രസംഗത്തിൽ ഊന്നി പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഇരുണ്ട മുഖമാണ് ഇതെല്ലാം കാട്ടിത്തരുന്നത് എന്ന് മുഖപ്രസംഗം ശക്തമായി തന്നെ അഭിപ്രായപ്പെടുന്നു. ഇനി ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം നോക്കാം. ഗോരക്ഷ അക്രമങ്ങൾ സങ്കുചിതത്വം തന്നെ എന്നതാണ് മുഖപ്രസംഗം. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ആവർത്തിച്ച് ഈ ഗോരക്ഷയുടെ പേരിൽ ഉള്ള മനുഷ്യ ഹിംസ അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം നിർത്തണം എന്ന് പ്രധാനമന്ത്രി ശക്തമായി തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ തന്നെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് മിക്കവാറും ഇത്തരം അക്രമങ്ങൾ ആവർത്തിച്ചുണ്ടാവുന്നത് എന്നത് ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യവും. മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിങ്ങനെ: പ്രധാനമന്ത്രിയുടെ പ്രസംഗം പാഴ്വാക്കാവരുത്. പശുക്കളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ആളുകളെ കൊലപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇത് മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അഹമ്മദാബാദിലെ സബർമതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർക്കശ സ്വരത്തിൽ പറഞ്ഞിട്ട് 2 ആഴ്ചയിൽ ഏറെയായി. ഈ പ്രസംഗം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജാർഖണ്ഡിൽ പശുവിറച്ചി വാഹനത്തിൽ കടത്തി എന്നാരോപിച്ച് ജനക്കൂട്ടം ഒരാളെ അടിച്ചു കൊന്നത് നടുക്കത്തോടെയാണ് രാജ്യം കേട്ടത്. പശുവിൻ്റെ പേരിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ സംസ്ഥാനങ്ങൾ കർശന നടപടിയെടുക്കണമെന്ന് ഈ ഞായറാഴ്ച പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ കുറേ പേരുടെ മനസ്സിലെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കി വരുന്നു. ഇന്നലെ ആരംഭിച്ച പാർലമെൻറ്റ് മഴക്കാല സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിലാണ് ഗോരക്ഷയുടെ പേരിൽ അക്രമം കാണിക്കുന്നവർക്കെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. രാജ്യം അഭിമുഖീകരിക്കുന്ന പല സങ്കീർണ പ്രശ്നങ്ങളെയും കണ്ടെന്ന് ഭാവിക്കാതെ ഇക്കാര്യം എടുത്തു പറയുന്നത് പാർലമെൻറ്റിലെ എതിർപ്പ് കുറയ്ക്കാനുള്ള മുൻകൂർ ജാമ്യമായും ആരോപിക്കുന്നവർ ഉണ്ട് എന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ ഇതിന് പിന്നിൽ ഉള്ള ഗൂഢലക്ഷ്യം ഇതൊരു ഗൂഢലക്ഷ്യമായിരിക്കാം എന്ന് പറയുന്ന മുഖപ്രസംഗത്തിലാണ് മറ്റൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു വൈരുദ്ധ്യമാണത്. പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കൂടുതലായും ഇത്തരം അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മാതൃഭൂമിയും ഇന്ന് ഇതേ വിഷയം തന്നെയാണ് മുഖപ്രസംഗമാക്കിയിരിക്കുന്നത്. പശുവിൻ്റെ പേരിൽ ഇനി അക്രമം അരുത് എന്ന് പറയുന്ന മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിങ്ങനെ: പശു സംരക്ഷണത്തിൻ്റെ പേരിൽ അക്രമം നടത്തിയ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തണം. പിടിക്കപ്പെടുമെന്നും തക്ക ശിക്ഷ കിട്ടുമെന്നും വന്നു കഴിഞ്ഞാൽ അക്രമത്തിന് മുതിരാൻ പലരും മടിക്കും. ഈ അക്രമങ്ങളെ എതിർക്കാൻ എന്ന പേരിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന നിയമലംഘനത്തിനെതിരെയും നടപടികൾ എടുക്കേണ്ടതുണ്ട്. അക്രമത്തെ അതേ മാർഗത്തിൽ എതിർത്തതുകൊണ്ട് ശരിയായ പരിഹാരം ഉണ്ടാവില്ല. അത് വലിയ അക്രമത്തിലേക്കും കലാപത്തിലേക്കും നാടിനെ നയിച്ചു എന്ന് വരാം. അത് ആപത്താണ്. അതുതന്നെയാണ് ഇത്തരം അക്രമികളും കാത്തിരിക്കുന്നത് എന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം. രാജ്യത്തെ റബ്ബർ വിപണിയിൽ ഉണ്ടായ പുത്തൻ ഉണർവാണ് കേരളകൗമുദി വാണിജ്യം പേജിൽ ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള വി ജയകുമാറിൻ്റെ റിപ്പോർട്ടാണ്. ഇറക്കുമതി കുറഞ്ഞു, റബ്ബർ വില കുതിച്ചു.
വിദേശ വിപണിയിൽ ഉണർന്ന് ഒഴിഞ്ഞു നിന്നിട്ടും കഴിഞ്ഞ വാരം ഇന്ത്യൻ റബ്ബർ വില നേട്ടത്തിലേക്ക് കുതിച്ചു. വിദേശ റബ്ബർ ഇറക്കുമതിയിൽ പെട്ടെന്നുണ്ടായ കുറവ് രാജ്യത്തെ ടയർ ഉത്പാദനത്തെ ബാധിക്കാതിരിക്കാൻ അവധി കച്ചവടക്കാർ വില കൂട്ടിയതാണ് കാരണം. വരും മാസങ്ങളിലേക്കും റബ്ബർ വിലയിൽ ഇതോടെ വർധന ഉണ്ടാകും എന്ന് ഉറപ്പായതോടെ വൻകിട കമ്പനികൾ നിലവിലെ വിലയിൽ മത്സരിച്ച് ചരക്ക് വാങ്ങിക്കൂട്ടി. ഇതാണ് ഇന്ത്യയിൽ വില കുതിക്കാൻ കളമൊരുങ്ങിയത് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ അനുബന്ധമായിട്ട് 25 കോടി കുടിശ്ശിക റബ്ബർ കർഷകർക്ക് നൽകാനുണ്ട് എന്ന വാർത്തയുമുണ്ട്. റബ്ബർ കർഷകർക്ക് കിലോയ്ക്ക് 150 രൂപ കണക്കാക്കി സബ്സിഡി നൽകുന്ന വിലസ്ഥിരതാ പദ്ധതിയിൽ 25 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. ഈ വർഷം ഇതുവരെ ഒരു കർഷകന് പോലും സർക്കാരിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടില്ല എന്നാണ് പരാതി എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. സ്പൈസസ് ലാൻഡ് ട്രാവൽ ഷോപ്പ് കൊച്ചിയിൽ ആരംഭിച്ചതാണ് മറ്റൊരു വാർത്ത. ഇനി നമുക്കിന്നത്തെ മാതൃഭൂമിയിലെ വാണിജ്യ വിശേഷങ്ങൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റം തുടരുകയാണ്. നിഫ്റ്റി 10,000-ന് അരികെ എന്നതാണ് പേജിലെ പ്രധാന വാർത്ത. അതിൻ്റെ കൂടെ തന്നെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ നിഫ്റ്റി 10,000-ന് അരികെ എത്തുന്നത്. അനുബന്ധമായിട്ട് തന്നെ റിലയൻസിൻ്റെ വിപണി മൂല്യം 5 ലക്ഷം കോടി കടന്നു എന്ന വാർത്തയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വിപണി മൂല്യം ചരിത്രത്തിൽ ആദ്യമായി 5 ലക്ഷം കോടി രൂപ കടന്നു. കമ്പനിയുടെ ഓഹരി വില തിങ്കളാഴ്ച 1,551 രൂപ 75 പൈസയിലേക്ക് ഉയർന്നതോടെയാണ് വിപണി മൂല്യം ചരിത്ര നേട്ടത്തിൽ എത്തിയത് എന്ന് പോകുന്നു ആ വാർത്താ വിശേഷങ്ങൾ. ഇനി മനോരമയിലെ വാണിജ്യ വിശേഷങ്ങൾ. ആദായ നികുതി വകുപ്പ് സഹകരണ ബാങ്ക് നിക്ഷേപകർക്ക് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിനോടുള്ള ഈ മന്ത്രി കടകംപള്ളിയുടെ പ്രതികരണമാണ് സാമ്പത്തിക പേജിൽ മനോരമ പ്രാധാന്യത്തോടെ ഇന്ന് നൽകിയിരിക്കുന്നത്. സഹകരണ ബാങ്ക് നിക്ഷേപത്തിന് നികുതി പരിഭ്രാന്തി വേണ്ടെന്ന് മന്ത്രി. പലിശ വരുമാനത്തിന് സാക്ഷ്യപത്രം സാധാരണ നടപടി മാത്രം എന്ന് അനുബന്ധമായി മന്ത്രി അഭിപ്രായപ്പെട്ടതും അനുബന്ധമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ നോക്കാം. വിംബിൾഡൺ ടെന്നീസിൽ റോജർ ഫെഡറർ ഉണ്ടാക്കിയ ചരിത്ര നേട്ടം, അതിൻ്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടുള്ളതാണ് കേരളകൗമുദിയുടെ കളിക്കളം പേരിൽ ഇന്നത്തെ പ്രധാന വാർത്ത. ഇതിഹാസത്തിൻ്റെ ഇടിമുഴക്കം എന്നതാണ് റിപ്പോർട്ട്. അൻസാർ എസ് രാജാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഫെഡറർ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ളതിൻ്റെ ഗ്രാഫ് അവതരിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഫെഡററുടെ അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പണ്ട് പീറ്റ് സാംപ്രസിനെ തോൽപ്പിച്ച് തുടങ്ങുമ്പോൾ, അതായത് 16 വർഷം മുമ്പാണ് അതുണ്ടായത്. അത് ഈ ക്വാർട്ടർ റൗണ്ടിൽ തന്നെ പീറ്റ് സാംപ്രസിനെ തോൽപ്പിച്ച് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് തുടക്കം. തോൽപ്പിച്ച് തുടങ്ങുമ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കിരീട നേട്ടങ്ങൾ മറികടക്കാൻ ആകും എന്ന് പ്രതീക്ഷിച്ചതല്ല എന്നാണ് ഫെഡറർ പറയുന്നത്. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.